80s 90s കിഡ്സ് എല്ലാം ഇങ്ങനെ കയറിപ്പോരെ. പഴയ കാലം ഓർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എല്ലാവരുടെയും ഉള്ളിലെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് 90s ജനിച്ചവരെന്നുള്ളത്. ഞാൻ 90s കിഡ്സ് ആണ്ട എന്ന് പറയാൻ മടിയില്ലാത്ത, ഭരണികളിൽ നിന്ന് നാരങ്ങ മിഠായി വാങ്ങി കഴിച്ചിരുന്ന, ചവണ വെച്ച് മാങ്ങ എറിഞ്ഞു വീഴ്ത്തിയിരുന്ന, അമ്പലപ്പറമ്പിൽ പോകുമ്പോൾ ആപ്പിൾ ബലൂൺ തട്ടി നടന്നിരുന്ന, ₹1 കോയിൻ ബോക്സിൽ നിന്ന് കോള് ചെയ്തിരുന്ന 90s കിഡ്സിൻ്റെ ആ കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇപ്പോൾ ടി വിയിൽ ന്യൂസ് തുറന്നാൽ അടി ഇടി വെട്ട് കൊല ഇത് തന്നെ. 10ൽ പഠിക്കുന്ന പിള്ളേർ കൂടെയുള്ളവനെ ഇടിച്ചു കൊല്ലുന്നത്, സ്വന്തം അനിയനെയും അമ്മുമ്മയെയും സ്നേഹിക്കുന്ന പെണ്ണിനെയും വെട്ടിക്കൊല്ലുന്നു. പറയാൻ തന്നെ വയ്യ എന്തൊക്കെയാണ് നടക്കണത്. 2000-ന് ശേഷം ജനിച്ച പിള്ളേർ സെറ്റ് ഏതോ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടുകേൾവി പോലുമില്ലാത്ത, പേരറിയാത്ത എന്തൊക്കെയോ ലഹരി ഉപയോഗമാണ് ഇതിന് പിറകിലെന്ന് കുറേ ആളുകളൊക്കെ പറയുന്നുണ്ട്. പണ്ട് ഞങ്ങൾ 90s ജനിച്ചവർ കേട്ടിരുന്ന ഏറ്റവും വലിയ ലഹരികൾ ഹാൻസും പാൻപരാഗൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ 90s ജനിച്ചവരും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ പറയുന്ന നാവിനടിയിൽ വെക്കുന്നതോ മൂക്കിൽ വലിച്ചു കയറ്റുന്നതോ ആയ ലഹരി ആയിരുന്നില്ല. അതൊന്നുമല്ലാത്ത, ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ പോലും കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ചെയ്തിരുന്നപ്പോൾ കിട്ടിയിരുന്നതായിരുന്നു ശരിക്കും മത്ത് പിടിപ്പിച്ചിരുന്ന ലഹരി. നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂള് വിട്ട് വരും നേരം തോട്ടിൽ നിന്ന് പൂച്ചുട്ടിയെ പിടിക്കാറുണ്ടോ? റോഡരികിൽ കാണുന്ന മാവിന് കല്ലെറിഞ്ഞ് ആ വീഴുന്ന മാങ്ങ തല്ലിപ്പൊട്ടിച്ച് തിന്നാറുണ്ടോ? 10 പൈസ കൊടുത്ത് പുളിജാം വാങ്ങി കഴിച്ചാണോ വീട്ടിലേക്ക് പോകാറ്? ഇല്ലല്ലേ. ഇതൊക്കെ ചെയ്തിരുന്ന ഒരേ ഒരു ജനറേഷനേ ഉള്ളൂ. അതാണ് നിങ്ങൾ തന്തവൈബ് എന്ന് വിളിച്ച് കളിയാക്കുന്ന ഞങ്ങൾ 80s 90s കിഡ്സ്. ഞാൻ ബിപിൻ വിജയൻ. പുതിയൊരു കഥ കാണാനും കേൾക്കാനും എല്ലാവരും കയറിപ്പോരെ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. കേൾക്കുമ്പോൾ നിങ്ങൾക്കോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഒന്നും ഓർത്തു പോകുന്നുണ്ട്. ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും യൂട്യൂബും എല്ലാം ദൂരദർശൻ എന്ന TV ചാനലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ശക്തിമാനെ കാത്തിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? ഒരു എപ്പിസോഡ് പോലും മിസ്സാകാതിരിക്കാൻ കളിക്കാൻ പോലും പോകാതെ ടിവിയുടെ മുന്നിലിരിക്കും. പുതിയ സിനിമയിലെ പാട്ട് കേൾക്കാൻ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. ചിത്രഗീതം കാണാൻ, അതിൽ പുതിയ റിലീസ് സിനിമകളിലെ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഇന്ന് യൂട്യൂബിൽ അപ്പം തന്നെ ഇരുന്ന് കാണുന്ന ഫീലേ അല്ല. പിന്നെ സച്ചിനും സെവാഗും ഓപ്പണിംഗ് ഇറങ്ങുന്ന ഏകദിന മത്സരം കാണാനുള്ള ഓട്ടപ്പാച്ചിൽ, കൂട്ടുകാരെല്ലാവരും കൂടി അടുത്ത വീട്ടിലെ ടിവിയുടെ മുന്നിലിരുന്ന് ജയ് വിളിച്ച് കണ്ടിരുന്ന ആ കാലം. അവിഹിത സീരിയലുകളോ വെറുപ്പിക്കുന്ന റിയാലിറ്റി ഷോകളോ പാട്ട് മത്സരങ്ങളോ ഇല്ലാത്തൊരു റിയൽ എൻ്റർടൈൻമെൻറ്റ് കാലം. ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് ഇട്ടിട്ട് അതിൽ തന്നെ സ്വന്തം ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്നതും ഞങ്ങളായിരുന്നു. 90കളിൽ ജനിച്ചവരുടെ സ്കൂൾ ജീവിതം മറ്റൊന്നായിരുന്നു. സ്മാർട്ട് ഫോണുകളില്ല, ഡിജിറ്റൽ ക്ലാസ് മുറികളില്ല, വെള്ളമടിയില്ല, മറ്റ് ലഹരിയൊന്നുമില്ല. സ്കൂൾ മണിയുടെ ശബ്ദവും ഒരു പിടി കാലഘട്ടത്തിൻ്റെ ആവേശവും മാത്രം. സ്കൂൾ മുറ്റത്തുള്ളൊരു തല്ലിത്തേങ്ങ മരത്തിൽ നിന്ന് തല്ലിത്തേങ്ങ വീണാൽ അത് പെറുക്കിയെടുത്ത് തല്ലിപ്പൊട്ടിച്ച് എല്ലാവരും കൂടി കൈയിട്ട് വാരി ഒരു കുഞ്ഞു കഷ്ണം തിന്നിരുന്നത് ഓർത്തു പോകുന്നു. അമ്മയച്ഛനും പുതിയതായിട്ട് വാങ്ങിത്തരുന്ന നടരാജിൻ്റെ പുതിയ പെൻസിലുകളും ക്യാമൽ ബോക്സുകളും, ലക്ഷറിയുടെ അളവുകോലായിരുന്ന സിൽവർ കളറിലെ മെറ്റൽ ബോക്സും, തവിട്ട് നിറത്തിലുള്ള കവർ പൊതിഞ്ഞ നോട്ട് ബുക്കുമൊക്കെ. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ കാത്തിരിക്കും. ഇതുമായി ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകാൻ ജാട കാണിക്കണ്ടേ. പഠിക്കാത്തവർ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ബാക്ക് ബെഞ്ചേഴ്സ് സ്കൂളിലെ നോട്ടപ്പുള്ളികളായിരിക്കും. അവരാകും പിന്നീട് ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തിയെന്നുള്ളത് മറ്റൊരു സത്യം. ഇരുട്ട് മൂടിയിരിക്കുന്ന സമയത്ത് നല്ലൊരു മഴയും ടീച്ചർ വരാത്ത പിരീഡില്ലാത്തൊരു നേരവും പറഞ്ഞാലും തീരാത്തത്ര വർത്തമാനങ്ങളും. ആഹാ അന്തസ്. ഹോംവർക്ക് ചെയ്യാത്തതിന് ക്ലാസ്സിന് വെളിയിൽ നിർത്തും. ആ സമയത്ത് മറ്റ് ക്ലാസ്സുകളിലെ പഠിപ്പിപ്പെൺപിള്ളേർ ഒരു പുച്ഛഭാവത്തിൽ നോക്കി ചിരിച്ചു പോകും. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഒരു തമാശ. ഹോംവർക്ക് ചെയ്യാത്തതിന് കൈ നീട്ടി നല്ല നാടൻ വടി കൊണ്ടുള്ള അടി വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കളിച്ച ഗെയിമൊക്കെ കേട്ടാൽ നിങ്ങൾക്കിപ്പോൾ ചിരി വരും. മൊബൈൽ ഫോണുകൾക്കൊക്കെ മുമ്പ് ക്യാൻഡി ക്രഷിനും പബ്ജിക്കും മുമ്പുള്ള യഥാർത്ഥ ഗെയിം എന്താണെന്നറിയാമോ? WW റസ്ലിംഗ് കാർഡ്, ക്രിക്കറ്റ് പ്ലെയർ കാർഡ്, ഇതൊന്നും പോരാഞ്ഞിട്ട് തീപ്പെട്ടിക്കൂടിൻ്റെ കവറ്. കാർഡ് വെച്ച് കളിക്കുമ്പോൾ അട്ടിയായി വരുമ്പോൾ ആർക്കായിരിക്കും അടുത്ത അടിയെന്നോർത്തുള്ള ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ. തോറ്റുപോയാൽ നാളെ ഞാൻ വേറെ കാർഡുമായി വരും, നീ റെഡിയായിട്ടിരുന്നോ എന്നുള്ള വീമ്പ് പറച്ചിൽ. മൈതാനത്ത് പോയി ക്രിക്കറ്റും ഫുട്ബോളും ഏറുപന്തും കളിച്ചിരുന്ന കാലം. ഇതൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? മിണ്ടിയാൽ കത്തിയെടുക്കുന്ന ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് അതിൻ്റെ സുഖം മനസ്സിലാവില്ല. ഇന്നത്തെ പ്ലേ സ്റ്റേഷനും എക്സ്ബോക്സും ഇല്ലാതിരുന്ന കാലത്ത് സ്കൂളിലെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുമ്പോൾ ടീച്ചർ കാണാതെ കളിച്ചിരുന്ന കുറച്ച് ഗെയിംസ് ആയിരുന്നു 90s പിള്ളേരുടെ കമ്പ്യൂട്ടർ ഗെയിംസ്. മാരിയോ ഫോർ എവർ, മോട്ടോ GP, അങ്ങനെ. പിന്നെ ജോയ്സ്റ്റിക്കിൽ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ ഉള്ള ഒരു കുഞ്ഞ് ഗെയിം കൺസോൾ.
അത് കിട്ടണമെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കണം, എങ്കിലും അടുത്ത ഉത്സവത്തിനോ പള്ളിപ്പെരുന്നാളിനോ അത് വാങ്ങിത്തരുള്ളൂ. ഇന്നത്തെ ന്യൂജൻ പിള്ളേർ 18 തികയുന്നതിന് മുന്നേ ഡ്യൂക്കിലും ബുള്ളറ്റിലും കറങ്ങുന്നത് കാണുമ്പോൾ പണ്ട് 2 രൂപയ്ക്ക് 1 മണിക്കൂർ സൈക്കിള് വാടകയ്ക്ക് എടുത്ത് ഇടങ്കാലിട്ട് ചവിട്ടി നടന്നത് ഓർമ്മ വരും. ശരിയാ, ഇപ്പോൾ ഞങ്ങൾ 90s പേരുണ്ട്, തന്ത വൈബുള്ളവർ. അതെ, ഞങ്ങൾക്കിപ്പോഴും സുന്ദരിയെ വാ പാട്ട് കേൾക്കുമ്പോഴും ശക്തിമാൻ തിരിച്ചു വരാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴും നോക്കിയ 1100 കാണുമ്പോഴും എല്ലാം ഞങ്ങൾ തന്ത വൈബായി പോകാറുണ്ട്. 6 ഇഞ്ചിൻ്റെ മൊബൈൽ സ്ക്രീനിലേക്ക് സൗഹൃദങ്ങൾ ഒതുങ്ങി ജീവിക്കുന്നത് ഞങ്ങൾക്ക് ചേരില്ല. പറമ്പുകൾ മാറി മാറി കൂട്ടുകൂടി ക്രിക്കറ്റ് കളിച്ചിരുന്നതും ഇന്നത്തെ ടർഫിൽ പോയി ക്രിക്കറ്റ് കളിക്കുന്നതും, പണ്ടത്തെ കുഞ്ഞൻ സ്ക്രീനിൽ സ്നേക്ക് ഗെയിം കളിച്ചതും ഇന്നത്തെ പ്ലേ സ്റ്റേഷനിൽ PUBG കളിക്കുന്നതും, കീപാഡ് മാത്രമുള്ള ഫോണിൽ റോസാപ്പൂ മെസ്സേജ് അയച്ചതും ഇന്നത്തെ iPhone 16 Proയിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നതും, അങ്ങനെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും ടെക്നോളജി വളരുന്നതും അതനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരും ഞങ്ങളാണ്. 90s കാലഘട്ടത്തിൽ ജനിച്ചത് ഒരു അനുഗ്രഹമായി കാണുന്നവർ 90s കിഡ്സ്. സ്മാർട്ട് ഫോണുകളില്ല, സോഷ്യൽ മീഡിയയില്ല, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം മാത്രം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ലഹരി. ഇതായിരുന്നു ഞങ്ങളുടെ കാലം, അഹങ്കാരത്തോടെ പറയുന്ന 90കളുടെ കാലം. അതെ, ഞാൻ ജനിച്ചത് 90കളിലായിരുന്നെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. നിങ്ങൾ 90കളിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ താഴെ കമൻറ്റ് ചെയ്യൂ. നൊസ്റ്റാൾജിയ നമുക്കിവിടെ തുടങ്ങാം. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒപ്പം ചേർന്നോളൂ കേട്ടോ. ഇതുപോലൊരു പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.